വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിലേക്ക് കേന്ദ്രം തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. പക്ഷെ ഞാൻ പോകുമെന്നും നമ്മുടെ നാടിന്റെ പദ്ധതിയാണ് വിഴിഞ്ഞമെന്നും MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. LDFന്റെ ഉറച്ച നിലപാട് ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടക്കില്ലായിരുന്നുവെന്നും MP ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടവരാണ് പ്രതിപക്ഷമെന്നും കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരാണ് ക്ഷണിക്കുന്നവരുടെ പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് കരുതി എന്നെ ക്ഷണിക്കണ്ടേ എന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം വേണ്ട എന്നും ഈ നാടിനാകെ അതിന്റെ ക്രെഡിറ്റ് ഉണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, നേരത്തെ കല്ലിട്ടതുകൊണ്ട് കാര്യമുണ്ടോ എന്നും കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. പതിറ്റാണ്ടായി തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത് എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വെച്ച് വ്യക്തമാക്കുകയായിരുന്നു. അവസാനത്തെ 9 വർഷം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തർക്കം നേരത്തെയും ഉണ്ടായിരുന്നു. തർക്കത്തിന് പിന്നാലെ പോകാൻ LDF തയ്യാറായില്ല. വിഴിഞ്ഞം വഴി പോകുന്ന ബോട്ട് തള്ളിയല്ലല്ലോ ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നും UDFനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. ഇപ്പോൾ കപ്പൽ ഓടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം തുറമുഖ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് എന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനെ ചടങ്ങിലേക്ക് വിളിച്ചത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ്. പഴയ അഴിമതി ആരോപണം പിന്നെ ഉയർത്തിയില്ല. കുടുംബാംഗങ്ങൾക്കൊപ്പം വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചതിലെ വിവാദങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയുകയായിരുന്നു. വിഴിഞ്ഞം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ പരസ്യത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്രം ഇന്നലെ നൽകിയ പരസ്യത്തിൽ സംസ്ഥാനത്തെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു. മോദിക്ക് നന്ദി പറഞ്ഞുള്ള പരസ്യവുമായി BJP രംഗത്ത് വന്നിരുന്നു. അതേസമയം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രത്യേക വിമാനത്തിൽ രാത്രി 7:45 അദ്ദേഹം എത്തുന്നത്. നാളെ രാവിലെ 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ്. തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് തങ്ങുക. നാളെ രാവിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് എത്തും.